ഹായ് വെൽക്കം ബാക്ക്. എല്ലാവരും എത്തിയോ? നിങ്ങൾ വെയിറ്റിംഗ് ആണല്ലേ? 25ഓളം കുട്ടികൾ വെയിറ്റിംഗ് ഉണ്ട് ഇപ്പൊ തന്നെ. സ്റ്റഡി ചേഞ്ചസ് ലൈഫ്. ഹായ്. പിന്നെ ആരൊക്കെയാണ്? ആർഷ, ഡോറ, ആരെ ആറച്ചോ, ദെൻ അബ്ദുള്ള, അനിയാസാദ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോടാ എല്ലാവരും? ഹായ് ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓക്കെ ആണോ? വെരി ഗുഡ്. എല്ലാ ക്ലാസ്സുകളും കാണുക, പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ കേട്ടോ. എന്റെ സൈസ് കുറച്ച് പക്ഷേ എല്ലാ ക്ലാസ്സുകളും കാണൂ മക്കളെ. നിങ്ങൾ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക. നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ് ഏത്? നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അല്ലേ? സോ ഐ തിങ്ക് യു ഹാവ് സോ മെനി ഡ്രീംസ്. നിങ്ങൾ ആ ഒരു ഡ്രീം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ്മെന്റ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദ ബേസ്മെന്റ് മസ്റ്റ് ബി സ്ട്രോങ്. നല്ല സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. സോ അത് സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ യൂട്യൂബിൽ വേറെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഏതാണോ ബെസ്റ്റ് ക്ലാസ്, നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ട് മനസ്സിലാവുന്നത്, ഫോളോ ദം ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഗുഡ് ഈവനിങ്. സോ എല്ലാവരും ഒരു കാര്യം ചെയ്യാവോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ? നമ്മുടെ ചാനലിലെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. കഴിഞ്ഞ ദിവസം നമുക്ക് കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? 100 എബോ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സന്തോഷമാ, കുട്ടികൾ വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ 7:30 ആയിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടി മുമ്പേ നമുക്ക് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കൂടി നമുക്ക് ക്ലിയർ ഉണ്ടല്ലോ. മറ്റൊരു കാര്യം കൂടി, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഫിസിക്സ് മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങൾക്ക് ബയോളജിയും കെമിസ്ട്രിയും ഉണ്ടാവും. മറ്റന്നാൾ നമുക്ക് കണ്ടിന്യൂസ് മാരത്തോൺ ലൈവ് ആയിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? All the question papers and all the questions must be discussed. Clear ആണല്ലോ? So today I am going to discuss about the numerical sections. നിങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ആണ് വേണ്ടത്. ബാക്കിയൊക്കെ ഡിഫൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ന്യൂമറിക്കൽസ് ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പ്രോബ്ലംസ് ആണ് LM10. ഓക്കെ, പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തേട്ടോ. ഒന്ന് ഉഷാറ് ഷെയർ ചെയ്ത് എല്ലാവരും. അടിപൊളി ആവട്ടെ. ഓക്കെ, ഗെറ്റ് റെഡി. ആദ്യം തന്നെ ഇപ്പൊ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു ക്വസ്റ്റ്യന് ശേഷം നമ്മൾ എന്തിലേക്ക് പോവും? നമ്മൾ തീർച്ചയായിട്ടും പ്രോബ്ലത്തിലേക്ക് പോകും. എല്ലാ കുട്ടികളും ഒന്ന് വരട്ടെ കേട്ടോ. തുടങ്ങാം. വാട്ട് ഡു ദ ഫോളോവിംഗ് സിംബൽസ് റെപ്രസെന്റ് ഇൻ എ സർക്യൂട്ട്? റൈറ്റ് ദ നെയിം ആൻഡ് വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വി ഹാവ് സോ മെനി സിംബൽസ് ആർ ദേർ. അക്ഷരം തിരിച്ചു വെക്കാവോ ലേശം ഒന്ന്? ഓക്കെ, സോ മെനി സിംബൽസ് ആർ ദേർ. സോ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാം ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ ഫസ്റ്റ് വൺ, ഇത് ഏതാണ്? ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണോ ഓപ്പൺ സർക്യൂട്ട് ആണോ? ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ റെസിസ്റ്റർ ഓർ എ റിയോസ്റ്റാറ്റ്. ഇത് ഏതാണ്? വോൾട്ടിമീറ്റർ ആണ്. കണ്ടാൽ നമുക്കറിയാം ഇറ്റ്സ് എ വോൾട്ടിമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഗാൽവനോമീറ്റർ. ആൻഡ് ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണോ ഓപ്പൺ സർക്യൂട്ട് ആണോ? ഇത് എന്ത് സർക്യൂട്ട് ആണ്? അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ഏറ്റവും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് 1 by 1 ആയിട്ട് പോവാം. ഒന്നാമത്തത്, ഇറ്റ് റെപ്രസെന്റ് എ ക്ലോസ്ഡ് പ്ലഗ് കീ. ഇത് ഏതാണ്? ക്ലോസ്ഡ് പ്ലഗ് കീ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അതിന്റെ യൂസും നെയിമുമാണ് ചോദിക്കുക. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ ആണ്. നെക്സ്റ്റ് ഏതാണ്? ഇറ്റ്സ് എ റിയോസ്റ്റാറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ റെസിസ്റ്റൻസ്. എന്താണ്? വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഇലക്ട്രിക് കറന്റ് ഇൻ ദ സർക്യൂട്ട്. എ റിയോസ്റ്റാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസിംഗ് ദ ഇലക്ട്രിക് കറന്റ് ഇൻ എ സർക്യൂട്ട്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അതെങ്ങനെയാണ് നടക്കുന്നത്? ആക്ച്വലി റിയോസ്റ്റാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ. റിയോസ്റ്റാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ. പക്ഷെ നമുക്ക് അതിന്റെ മുകളിലൂടെ ഒരു കീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാനുണ്ടാവും. വി ഓൾറെഡി നോ ദാറ്റ് ഇഫ് ലെങ്ത് ഇൻക്രീസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസ് അല്ലേ? സോ റിയോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഞാൻ വരയ്ക്കാം. വര വരുന്നില്ലല്ലോ.
ഇല്ലല്ലോ. മക്കൾ ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളിത് മൂന്നാമത്തെ ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യട്ടെ. ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, എങ്ങോട്ടും പോയിട്ടില്ല. നമ്മളെ പെന്ന് എടുക്കുന്നില്ല. അപ്പൊ പെന്ന് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ടേക്കുള്ള ന്യൂമറിക്കൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യാണ്. ഓക്കെ, റെഡി? നോക്കട്ടെ, കറക്റ്റ് ആയി നോക്കട്ടെ. ഓക്കെ, ഓക്കെ. സോ റീകണക്ട് ചെയ്തു കേട്ടോ. Yes, Parvati, you are right. The third one is a voltmeter. Third one is a voltmeter. The second one is a rheostat. Rheostat function അറിയാലോ, അറിഞ്ഞില്ല ചോദിച്ചാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫംഗ്ഷൻ ഒന്നും ചോദിക്കാറില്ല, ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് എന്താന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, വെരി ഗുഡ്. തേർഡ് വൺ is the voltmeter. എല്ലാവർക്കും അറിയാം, a voltmeter is a device that is used to measure the voltage in a circuit. അല്ലേ? It represents a voltmeter. It is used to measure the potential difference across a resistor in the circuit. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? നമ്മൾ ഇന്നലെ വോൾട്ട്മീറ്ററെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ദ ഫോർത്ത് വൺ ഏതാണ്? ഫോർത്ത് വൺ ഈസ് എ ഗാൽവനോമീറ്റർ. അത് ഞാൻ ഇന്നലെ വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? എ ഗാൽവനോമീറ്റർ ഈസ് എ ഡിവൈസ് that is used to measure the amount of current and also dictate the direction of electricity. We already know that. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? It's a galvanometer. Okay. It is used to detect the presence of small current in the circuit. എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതേപോലെ എന്താണ്? It is used to dictate the direction of electricity. അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കേട്ടല്ലോ? വെരി ഗുഡ് പാർവതി, വെരി ഗുഡ്. ഓക്കെ, next one ഏതാടാ? It represents a wire crossing. There is no connection is there. A wire is crossing over another wire. Okay, so it represents wire crossing, or we have to say not connected with each other. The wires are used to connect various components in the circuit. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? By using connecting wires ആണ് നമ്മൾ എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഹായ് ശ്രീരാം, ഹായ് ഡോറ, സെറ്റ് കുതിരിയോ, ഹായ് ആർഷ, എന്തൊക്കെയാണ്? ബ്രോക്കൻ ഹെഡ്, എല്ലാവരും ഉഷാറാണല്ലോ. നോക്കൂ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കുട്ടികൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതായിരുന്നു. നമ്മളിത് ആദ്യത്തെ പ്രോബ്ലം സെഷനിലേക്ക് കടക്കുകയാണ്. ഇതേപോലൊരു പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ അതിന്റെ വാല്യൂസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ വാല്യൂസ് ഒക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ന്യൂമറിക്കലിലേക്ക് കടക്കുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. And this question is representing the Ohm's law. We already know that in the case of Ohm's law, for the circuit of Ohm's law, we must connect a voltmeter and ammeter in the circuit, and a resistor must there, and a rheostat, battery, and key is there. Question എങ്ങനെയാണ്? Is the circuit given below is correct? ഇത് correct ആണോ? Say yes or no. ശ്രീറാം, ഇന്ന് ഇലക്ട്രിസിറ്റി കഴിയും കേട്ടോ. ഇന്ന് ഇലക്ട്രിസിറ്റി കഴിയും. എന്നിട്ട് നമ്മൾ മാക്സിമം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുകയും ചെയ്യും. കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട് തീർച്ചയായിട്ടും. സ്ക്രീൻ ബ്ലാക്ക് ആയി പോയല്ലോ. കുട്ടികൾക്ക് ബ്ലാക്ക് ആയിട്ടാണ് കിട്ടുന്നത്. Is my mistake. മക്കളെ, നിങ്ങൾക്ക് ബ്ലാക്ക് സ്ക്രീൻ ആയിട്ടാ കാണുന്നത്. സ്ക്രീൻ നോക്കുന്നു, സ്ക്രീൻ എന്തോ ഒരു പ്രശ്നം വന്നല്ലോ. ഇപ്പൊ ഓക്കെ അല്ലോടാ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ ഓക്കെ. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, സോ യുവർ ആൻസർ ഈസ് കറക്റ്റ്. ഈ ഒരു സർക്യൂട്ടില് നമ്മൾ ഒരിക്കലും ഇത് കറക്റ്റ് അല്ല. എന്തുകൊണ്ടാണ്? വി ഓൾറെഡി നോ ദാറ്റ് വോൾട്ട്മീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ റെസിസ്റ്റർ and the ammeter is connected എവിടെയാണ്? സീരീസ് അല്ലേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ
വോൾട്ട്മീറ്റർ അമ്മീറ്റർ അങ്ങോട്ട് കൂടി മാറ്റി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും the given circuit is incorrect because in a circuit ammeter is always connected in series and voltmeter is connected parallel resistor R1. We already know that. So ഇത് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. അമ്മീറ്റർ എങ്ങനെയാണ് വോൾട്ട്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഡിസ്കസ് പോയത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ എന്തോ ഒരു ടെക്നിക്കൽ എറർ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വരട്ടെ കേട്ടോ. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹാങ് ആയി പോകുന്നു ഇടയ്ക്ക്. ഞാനതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് വോൾട്ട്മീറ്റർ കണക്റ്റഡ് ഇൻ പാരലൽ. പാർവതി പറഞ്ഞത് കറക്റ്റ് ആണ്. പിന്നെ ആരാണ്? കലാകിഷോർ. യെസ്, വെരി ഗുഡ്. ശ്രീരാമ എന്താ ചോദിക്കണേ ബ്രോക്കൺ ഹേർട്ടിനോട്? തംജിത്ത്. ഓക്കെ, ഇതാ വരുന്നു, ഇതാ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സെറ്റ് ചെയ്യൂ കേട്ടോ, ഇപ്പൊ ക്ലിയർ ചെയ്യും. ഓക്കെ, ഡോറ വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഇതാരാണ് സെറ്റ് കുതിര? കുതിര എന്നൊക്കെ പേരിടുമ്പോഴേ ഇത് ഇനിയിപ്പോ വേറെന്തെങ്കിലും കൺസെപ്റ്റ് ആണോ ഇത്? സെറ്റ് കുതിര പറയൂ. ഓക്കെ, ഇപ്പൊ സെറ്റ് ചെയ്യാം, ഇപ്പൊ ക്ലിയർ ചെയ്യും. ഇപ്പൊ പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ പൊട്ടിക്കും. ഇങ്ങനെ നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്? കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, റീകണക്റ്റഡ്. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഐ തിങ്ക് യു ഓൾറെഡി സീ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സർക്യൂട്ട് ഡയഗ്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പഠിക്കണം. ഇത് ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ആ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യണം? ഇത് സെറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും റെഡി ആവുക, അടിപൊളിയായിട്ട് കൂടെ നിൽക്കുക. ഇത് എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, വി ഓൾറെഡി നോ ദാറ്റ് R1 R2 ആർ കണക്റ്റഡ് parallel together. Then R3 R4 and R5 are connected parallel together. So we already know that R1 and R2 gives an effective resistance R12. എന്താ പറഞ്ഞത്? The R1 and R2 കമ്പൈൻ ആയിട്ട് എന്തുണ്ടാക്കും? ഒരു effective resistance ഉണ്ടാക്കും. അത് എത്രയാണ്? R12 ഉണ്ടാക്കും. And the third one ആരാണ്? R3യും R4ഉം R5ഉം കൂടി ഒരു കമ്പൈൻഡ് ആണ് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. സോ ടോട്ടലി പറയുമ്പോൾ നമുക്ക് സർക്യൂട്ടിൽ ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പറ്റും. സർക്യൂട്ട് ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പറ്റും. മക്കളെ ശ്രദ്ധിക്കണം. ഇത് R12 എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ അമീറ്റർ ഉണ്ട്, കാണാൻ പറ്റുമല്ലോ. ഇവിടെ അമീറ്റർ ഉണ്ട്. അതിനുശേഷം നമുക്കിതാ മറ്റു റെസിസ്റ്ററോട് കണക്ട് ചെയ്യാം. ഇത് ശരിക്കും ഏതാടാ? ഇത് R3 4 5 ആണ്. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് ഈസ് ദ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ R12യും R345ഉം അല്ലേ? നിങ്ങളെ കമന്റ്സ് തന്നെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നൗ ഇറ്റ് ഈസ് റെഡി. ക്ലിയർ? ഓക്കെ 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 ഓക്കെ. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് R12. ഓക്കെ, സോ ദ ഇക്വേഷൻ, they are connected parallel. So the equation is R1 R2 by R1 plus R2. രണ്ടെണ്ണാണെങ്കിൽ നമുക്ക് അങ്ങനെ വേഗം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്താ കിട്ടുക? We should get 20 into 30 by 20 plus 30. അപ്പൊ എത്ര കിട്ടുവാടാ? 600 divided by 50 എന്ന് കിട്ടും. ഈ 0 കട്ട് നമുക്ക് എത്ര കിട്ടും? 12 അല്ലെ? 60 by 5 should be 12 ohm എന്ന് കിട്ടും. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് R12 ഇവിടെ മൊത്തം എത്ര വന്നു? R12 എത്ര കിട്ടി നമുക്ക്? 12 ohm എന്ന് കിട്ടി. ഇത് എത്രയാടാ? 12 ohm ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിതാ ഇനി R345 കാണണം.
So we already know that മൂന്ന് resistors ഉണ്ട് അല്ലേ? We have 3 resistors. So the equation must be 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 എന്നാണ് വരിക അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് കൃത്യമായിട്ട് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് ചെയ്യാം കേട്ടോ. സോ ഇക്വേഷൻ കൊടുക്കുമ്പോൾ 1 by R is equal to 1 by R3 1 by 40 plus 1 by 30 plus 1 by 10 ആണ് കിട്ടുക അല്ലേ? 1 by 40 plus 1 by 30 plus 1 by 10 എന്നല്ലേ കിട്ടുക? ശരിയല്ലടാ? ഓക്കെ. സോ ഇങ്ങനെ മൂന്നെണ്ണം വന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദ LCM. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. LCM എന്ന് പറഞ്ഞാൽ എന്താടാ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. സോ that factor must be the common multiple of 40, 30 and 10. That means suppose we get a value, നമുക്കൊരു വാല്യൂ കിട്ടി. സോ ഈ വാല്യൂ x ആണെന്ന് വിചാരിക്കൂ. സോ x must be the multiple of 10. 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം x, 14ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം x, 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം x. അപ്പൊ 14ന്റെയും 13ന്റെയും 10ന്റെയും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് അതാണ് എന്ത് LCM എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് കാണാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെ നമ്മൾ കാണുക LCM? സോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ LCM കാണാനുള്ള മെത്തേഡ്. നമ്മൾ ആദ്യം തന്നെ ഇതിലെ ബിഗ്ഗർ വാല്യൂ നോക്കണം. ഇതിലെ ബിഗ്ഗർ വാല്യൂ ഏതൊക്കെയാണ്? 40 ആണ് ബിഗ്ഗർ വാല്യൂ വരുന്നത്. സോ 40ല് ബിഗ്ഗർ വാല്യൂ ആയിരിക്കുമല്ലോ, 40 വരെ പോകണല്ലോ. സോ 40ല് 30 പോവില്ല അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ 40 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഏതാടാ? 40 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് 80 അല്ലേ? ശരിയല്ലേ? സോ ഒന്നുകൂടി ഞാൻ എഴുതുകയാണ്. 1 by 40 പ്ലസ് 1 by 30 പ്ലസ് 1 by 10 ആണ് 1 by R എന്ന് പറഞ്ഞാൽ. സോ ബിഗർ വാല്യൂ 40 ആയതുകൊണ്ട് നമുക്ക് 40ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും മസ്റ്റ് ആയിട്ട് LCM ഉണ്ടാവുക. അപ്പൊ 80 നമുക്ക് നോക്കാം. 80ലും ആര് പോവില്ല? 30 പോവില്ലല്ലോ. 80ലും 30 പോവില്ല. സോ നെക്സ്റ്റ് വൺ ഏതാടാ? 120 അല്ലേ? 120ൽ 30 പോവുമല്ലോ, പോവും. സോ ഹിയർ ദ ഫാക്ടർ മസ്റ്റ് ബി LCM ഏതായിരിക്കും? 120 ആയിരിക്കും കേട്ടോ. ക്ലിയർ ആണോ? എങ്ങനെ നോക്കുന്നത് മനസ്സിലായോ? നോക്കുക. എങ്ങനെയെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു വരും. ക്ലിയർ ആണല്ലോ? സോ 120 ഈസ് അവർ LCM. യെസ് ദേവിക കിഷോർ, യു ആർ റൈറ്റ്. സോ ഇനി 40 കൊണ്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും നോക്കണം. 40 ഇൻറ്റു എത്രയാണ്? 3 ആണ് അല്ലേ? 40 ഇൻറ്റു 3 ആണ് 120. സോ 3 പ്ലസ് 30 ഇൻറ്റു നെക്സ്റ്റ് വൺ ഏതാ? 30 കൊണ്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടും? 4 ആണ്. 4 പ്ലസ് ഇത് എത്രയാടാ? 10 കൊണ്ട് എത്ര ചെയ്യണം? 12 ടൈംസ് ചെയ്യണം. 12 10 ഈസ് 120. സോ വി ഗെറ്റ് 12. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്ര വന്നു? നമുക്ക് കിട്ടും. ഇവിടേക്ക് എഴുതുകയാണ് 1 by R ഈസ് ഈക്വൽ ടു 3 പ്ലസ് 4 എത്രയാ? 7 പ്ലസ് 12 19 അല്ലേ? സോ 19 by 120 എന്നല്ലേ കിട്ടിയിട്ടുള്ളത്? ആണല്ലോ? യെസ്. 7 പ്ലസ് 19 by 120 എന്ന് വരും. 1 by R. സോ നമ്മൾ R ആണ് കാണേണ്ടത്. R എത്രയാണ്? 120 by 19 എന്ന് കിട്ടും. ശരിയല്ലേ? സോ 120നെ നമ്മൾ 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും നോക്കണം. സോ ഡിവൈഡ് നിങ്ങൾ ചെയ്തോളൂല്ലേ, കുഴപ്പമില്ലല്ലോ. ഞാൻ എല്ലാം ചെയ്തിടേണ്ട കാര്യമില്ലല്ലോ. സോ നമുക്ക് കിട്ടുക 6.31 ആണ് കിട്ടുക. 6.31 എന്ന് കിട്ടും കേട്ടോ. 6.31 ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. നേരത്തെ എത്രയായിരുന്നോടാ? നേരത്തെ നമുക്ക് 12 അല്ലേ കിട്ടിയത്? നേരത്തെ 12 കിട്ടി. ഇപ്പൊ എത്ര കിട്ടി? ഇപ്പൊ നമുക്ക് 6.31 കിട്ടി. ക്ലിയർ ആണോ? സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഹിയർ 6.31. ഇവിടെ എത്രയാടാ? 12. ഇനി ഇവര് രണ്ടുപേരും എങ്ങനെയാണ് നിൽക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹിയർ the R12 and the R345 are seriously connected. അവരെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസിലി ആണ് കണക്ട് ആയിട്ടുള്ളത്. സോ സീരീസ് ആകുമ്പോൾ നമുക്ക് എഫക്റ്റീവ് എങ്ങനെ കിട്ടുക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് R is equal to
R12 പ്ലസ് R345 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടൂടാ? 12 പ്ലസ് 6.31 ആണ് ആൻസർ കിട്ടുക. ദാറ്റ് മീൻസ് 18.31 ഓം എന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ എഫക്റ്റീവ് നമുക്ക് എത്ര കിട്ടി? 18.31 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? We want to find out the current in the circuit also. കറന്റ് കാണണ്ടേ? കറന്റ് കാണുന്ന ഇക്വേഷൻ ഏതാടാ? For to find out the value of current, I is equal to V by R ആണ്. V എത്രയാടാ? നമുക്ക് V തന്നിട്ടുണ്ട് 6 വോൾട്ട് ആണ്. So we get 6 by എഫക്റ്റീവ് എത്രയാടാ? 18.31 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 31 പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 600 by 1831 എന്ന് കിട്ടും. സോ 600നെ നമ്മൾ 1831 കൊണ്ട് ഡിവൈഡ് നമുക്ക് എത്ര കിട്ടും? We get 0.32 ampere is the effective current passing through the circuit. Clear ആണോ? We get 0.32 ampere is the effective current. Very good, very good. Arsha S. Menon, Eva, Devika Kishore, എല്ലാവരും എന്നെക്കാട്ട് മുമ്പ് ആൻസർ ചെയ്തു. അബാൻ നാസർ ഒക്കെ എപ്പോഴോ പറഞ്ഞു. 0.32 ആണ് നമുക്ക് എന്ത് വരിക? കറന്റ് കിട്ടുക കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒറ്റ സിമ്പിൾ ആയ കാര്യം മാത്രം മനസ്സിലാക്കാനുള്ളൂ. എന്താണ്? Here R1 and R2 are parallelly connected. So the effective resistance is R12. And here R3, R4 and R5 are parallelly connected. So the effective resistance is R345. And R345 and R12 are seriously connected. അവരൊരു സിംഗിൾ ലൈനിന്റെ മുകളിലാണ് കൃത്യമായി കണക്ട് ചെയ്തിട്ടുള്ളത്. സോ എഫക്റ്റീവ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? സീരീസ് ആയിട്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. ക്യൂൻ, ഹായ് ക്യൂൻ, കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? നേരത്തെ എന്നോട് ആരോ ഒന്ന് എന്തോ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വാട്ടർ ഉപയോഗിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിരുന്നു. ആരാണ്? ഞാൻ സ്റ്റഡി ചലഞ്ച് അല്ലേ? സ്റ്റഡി ചലഞ്ച്. വാട്ടർ ഉപയോഗിച്ച് എന്താ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടില്ല, എന്തോ ഉണ്ടാക്കുന്നുണ്ട് അയാള്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്താണെന്ന്? എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അല്ല, എന്നോട് പറയാൻ പറഞ്ഞിരുന്നു. എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: എ കറന്റ് 1 ampere is drawn by a filament of an electric bulb. ഒരു ബൾബിലൂടെ 1 ampere കറന്റ് ആണ് കടന്നു പോകുന്നത്. Find the number of electrons passing through the cross section of the filament in 16 seconds. ഇതാണ് ക്വസ്റ്റ്യൻ. It's a very important and interesting question. Actually, this question is coming from the very first page of our chapter. അല്ലേ? ആണോ? സോ ഇതിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. വായിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. സോ വേഗം എന്ത് ചെയ്യുക? നിങ്ങൾ എന്തൊക്കെ തന്നിരിക്കണം? We know the value of current I is equal to 1 ampere. And number of electron are കാണേണ്ടത്. Number of electron. Okay. Then time is given. Time is equal to 16 seconds. Clear ആണ്? 60 സെക്കൻഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് സെക്കൻഡ് തന്നെ കണ്ടാലും കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് യു ബൈ കറന്റ്. ദ കറന്റ് മീൻസ് ദ നമ്പർ ഓഫ് ചാർജസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ടൈം. അപ്പൊ നമ്മൾ സെക്കൻഡിനെ ഇവിടെ മിനിറ്റ് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് തന്നെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? വാട്ട് യു ബൈ കറന്റ്? ദ നമ്പർ ഓഫ് ചാർജസ് passing through a unit area in unit time. That unit time is second. So no need to convert here time 6 second into minute. ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി കൺവേർട്ട് ചെയ്താലും വിഷയമൊന്നുമില്ല, നോ വറീസ്. അപ്പൊ പോയിന്റ് ഫ്രാക്ഷൻ വരും, ഒക്കെ കറക്റ്റ് ആയിരിക്കും, ഡോണ്ട് വറി. ഒക്കെ ഒരു വിഷയമില്ലാത്ത കേസാണ്. സോ ശ്രദ്ധിക്കൂ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് മൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ ഇസ് എ ചാർജ്, നോ. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ Q ആണ് കാണേണ്ടത്. സോ ദി ഇക്വേഷൻ ഈസ് ഏതാണ്? I is equal to Q by T ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടുന്ന് എന്തിനാ കാണേണ്ടത്? Qനെ കാണണം, അപ്പൊ T ഇങ്ങോട്ട് കൊണ്ടുപോകണം. സോ വി ഷുഡ് ഗെറ്റ് Q is equal to I into T. So value of I is 1 ampere and time is 16 seconds.
So we get 16 number of charge അല്ലേ Q അല്ലേ Coulomb number of charge and അല്ല electron number of electrons 16 electrons ആണ് 16 electrons will passes through the filament in 1 second. Yes Parvati, you are right. Very good. Eva, very good. Correct ആണ് കേട്ടോ. കറക്റ്റ് ആണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം. ഇതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. What is the minimum resistance which can be made using 5 resistors each of 1/5 ohm? So we have 5 resistors. Each have resistance is 1/5. ഇതും നിങ്ങൾ ചെയ്ത് പരിചരിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം effective resistance 1/R ആണ് അല്ലേ 1/R is 1/R1 plus 1/R2 plus 1/R3 plus 1/R4 plus 1/R5 ഇങ്ങനെയാണ് കിട്ടുക ശരിയല്ലേ അല്ലേ നമുക്ക് രണ്ട് രീതി ചെയ്യാം n into r വെച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അതെങ്ങനെ എല്ലാവർക്കും അറിയാലോ r/n ചെയ്താൽ മതി അതിലേക്ക് പോകണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പൊ എന്താ കിട്ടുക 1/1/5 എന്ന് കിട്ടും ഇവിടെയും 1/1/5 ആണ് 1/1/5 ആണ് plus 1/1/5 plus 1/1/5 അല്ലേ ഇതേത് ഫോർമാറ്റ് ആടാ a/b/c അല്ലടാ a/b/b/c sorry a/b/b/c means what that is a into c/b അല്ലേ അല്ലേ so we get ac/b ഇങ്ങനെയാണ് കിട്ടുക ആണോ അപ്പൊ എന്താ സംഭവം ഈ 5 നേരെ മുകളിലേക്ക് പോയിട്ട് എന്തായിട്ട് മാറും 1/r is equal to 5/1 അല്ലേ എല്ലായിടും so 5/1 plus 5/1 plus 5/1 plus 5/1 നമുക്ക് കിട്ടും മനസ്സിലാവുന്നുണ്ടല്ലോ സോ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ കൂട്ടി എഴുതാം അപ്പൊ എന്താ കിട്ടുക 1/r is equal to 25/1 എന്ന് കിട്ടും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് എഴുതി പോവും 25/1 is equal to 25 എന്നിങ്ങനെ എഴുതി പോവും പക്ഷെ ഈ 25 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും 1/r അല്ലടാ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ധൃതിപ്പെട്ട് അതിലേക്ക് പോവരുത് കേട്ടോ നമുക്ക് എന്താ കാണേണ്ടത് നമുക്ക് കാണേണ്ടത് r ആണ് മക്കളെ സോ we should take the reciprocal in both side സോ ഈ ക്വസ്റ്റ്യൻ വരാവുന്ന ഒറ്റ മിസ്റ്റേക്ക് ഇത് മാത്രമാണ് സോ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ r/1 is equal to 1/25 എന്നാണ് കിട്ടുക ദാറ്റ് മീൻസ് r/1 is r itself so we get the value of r is equal to effective resistance r is equal to 1/25 is our answer okay ഇതാട്ടോ ആൻസർ മാറി പോവരുത് യെസ് അഞ്ജലീന മേരി കാപ്രിയൽ അഞ്ജലീന മേരി കാപ്രിയൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പണ്ട് കൃത്യമായിട്ട് ലൈവിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന അഞ്ജലീന തന്നെയല്ലേ ഈ അഞ്ജലീന അല്ലേ അഞ്ജലീന ഓക്കെ വെരി ഗുഡ് ദേവിക ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നോക്കി ചെയ്യണം കേട്ടോ എല്ലാ ഫോർമുലയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈവ് ചെയ്യാം അത് ഞാൻ എല്ലാ ഫോർമുലയും നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ വിഷയമാക്കണ്ട അയ്യോ കൃഷ്ണാഞ്ചന ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു അല്ലേ ഞാൻ നോക്കാൻ വിട്ടുവേടാ ഞാൻ ഇന്നലെ അങ്ങനെ തന്നെ അങ്ങ് പോയി വിഷയമാക്കണ്ട ഞാൻ ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ ഇനി ഞാൻ മറക്കൂല നാളെ വരുമ്പോൾ ഞാൻ ചെയ്തു തരാം ഡോണ്ട് വറി നാളെ നീളനല്ല ഞാൻ സീരിയസ്ലി ഞാൻ വിട്ടുപോയതാണ് ഞാൻ നോക്കാം കേട്ടോ നാളെ തന്നെ ഞാൻ ചെയ്തു തരാം ക്ലിയർ ആണോ സോറി കൃഷ്ണാഞ്ജന നമുക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് കുട്ടിയെ കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ഇത് നന്നായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഓക്കെ എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചോളൂ ഇതിൽ എന്റെ കൂടെ അങ്ങ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാല് അല്ല ചെയ്ത് തുടങ്ങുമ്പം എന്താ പറഞ്ഞത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയ ഏരിയാസ് ഉണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ എടുത്ത് പോവാനുണ്ട് അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ റെഡി ആണോ ക്ലിയർ ആണോ ഓക്കെ നമുക്ക് തുടങ്ങാം റെഡി റീഡ് ദ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ വയർ 30 meter long and 1 millimeter in diameter diameter ആണ് 30 meter long ആണ് 1 millimeter in diameter ആണ് ഒക്കെ ഓർമ്മ വേണം resistivity of copper wire is
1.7 into 10 raised to minus 6 ohm centimeter. ഓം സെന്റിമീറ്ററിൽ ഓർമ്മ വേണേ, ഓം സെന്റിമീറ്ററിലാണ്. ക്ലിയർ ആണ്? ഓം മീറ്റർ അല്ല. We already know that the unit of resistivity is ohm meter, but here in the question ohm centimeter ആണ്. ഓം സെന്റിമീറ്ററിൽ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? സോ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യണം. റെഡി ആണല്ലോ? ഓക്കെ, തുടങ്ങാം നമുക്ക്. 1 by 1 ആയിട്ട് ഗിവൺ പോയിന്റ്സ് എഴുതിയെടുക്കണം. എന്തൊക്കെ തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് ആ കാണേണ്ടത്. സോ ആർ ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചോളൂ. And the length of the copper wire is 30 meter. So length is 30 meter itself. So there is no need to convert. Alle? And its diameter. Diameter is 1 millimeter. Diameter തന്നിട്ടുള്ളത്. Okay. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. റെസിസ്റ്റിവിറ്റി തന്നിട്ട് റെസിസ്റ്റിവിറ്റി is equal to 1.7 into 10 raised to minus 6 ഓം സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെയും പ്രശ്നമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യണം. റെഡി ആണല്ലോ? എന്തൊക്കെ സെറ്റ് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് റെസിസ്റ്റൻസ് ഈസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ് അല്ലേ? ഇത് നമുക്ക് റോ ഈസ് ഗിവൺ, ലെങ്ത് ഈസ് ഗിവൺ, ബട്ട് ഏരിയ ഈസ് നോട്ട് ഗിവൺ. ദ ഏരിയ ഓഫ് ദ കോപ്പർ വയർ അല്ലേ? സോ ഇറ്റ്സ് എ വയർ. വയർ ആവുന്ന സമയത്ത് ഇതിന്റെ ഏരിയ കാണുവാനുള്ള ഇക്വേഷൻ ഏതാണ്? പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. സോ നമുക്ക് ഇവിടെ ഏരിയ കാണാൻ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഹിന്റ് എന്താണ്? ഡയമീറ്റർ ആണ്. സോ വി ഓൾറെഡി നോ ദാറ്റ് റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2 ആണ്. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറഞ്ഞ. അപ്പം 1ന്റെ പകുതി എത്രയാടാ? 0.5 ആണ് അല്ലേ? സോ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് 0.5 millimeter അല്ലേ? 0.5 millimeter ആണ് മക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക. 0.5 millimeter ആണ്. ഇനി മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ എന്താക്കണം? മീറ്റർ ആക്കണം. എന്ത് ചെയ്യണം? മീറ്റർ ആക്കണം. മക്കളെ മില്ലിമീറ്ററിന് എങ്ങനെ മീറ്റർ ആക്കും? എടാ 30 മീറ്റർ സെന്റിമീറ്ററിലേക്ക് മാറ്റേണ്ട കാര്യമല്ല. മീറ്റർ ആണ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. സോ വി ഡോണ്ട് നീഡ് ടു കൺവേർട്ട് മീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ. സെന്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ മീറ്ററിലേക്ക് മാറ്റാണ് വേണ്ടത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടല്ലോ? വെരി ഗുഡ്. 3 ശങ്കർ ബ്രോസ്. ഓക്കെ, 0.5 millimeter ആണ്. ആൻഡ് വി ഷുഡ് കൺവേർട്ട് 0.5 millimeter into meter. മില്ലിമീറ്റർ എങ്ങനെയാ മീറ്റർ ആക്കുക? കുടുങ്ങിയില്ലേ? നമുക്ക് നോക്കാം. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണം. അപ്പൊ നമ്മൾ ആദ്യം മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കണം. എന്നിട്ടാണ് എന്തിലേക്ക് മാറ്റുക? മീറ്ററിലേക്ക് മാറ്റുക. അപ്പൊ മില്ലിമീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള ബന്ധം എത്രയാണ്? 10 millimeter is equal to 1 centimeter. ഇവിടെ എത്രയാണ്? 100 ആണ്. 100 സെന്റിമീറ്റർ is equal to 1 meter. അപ്പൊ ടോട്ടൽ എത്ര വരും? 100ഉം 10 കൂടി 1000 വരും. മനസ്സിലാവേണ്ട എങ്ങനെയാണ് ചെയ്തതെന്ന്? നമ്മളെ ഒരു ചെറിയ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ വി ഷുഡ് ഡിവൈഡ് ദ ബോണ്ടിങ് വാല്യൂ. അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഇല്ലേ, മില്ലിമീറ്ററും മീറ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാല്യൂ ആണ്. സോ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു 1000 millimeter is equal to 1 meter. അറിയില്ലെങ്കിൽ എഴുതി വെക്കണം. 1000 millimeter is equal to 1 meter. Very good, Devika Kishore. You are right. Aban Nasser, you are also right. Divided by 1000 ആണ് കേട്ടോ, മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് 1000 ആയെന്ന് മനസ്സിലായല്ലോ? മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? 100 ഡിവൈഡ് ചെയ്യണം. സോ ടോട്ടൽ ഡിവിഷൻ എത്ര വരും? 1000 വരും. 110 is there. സോ എന്താ കിട്ടുക? We should get 0.5 by 1000, right? That is 0.5 into 10 raised to minus 3 അല്ലേ? ശരിയല്ലേ? ഇത് 6 ആണ് അല്ലേ? ഇത് 6 അല്ലേ? ഇത് 6 ആണ് മക്കളെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കാണണം. ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ് അല്ലേ? സോ പൈ ഈസ് 3.14 into r is 0.5
into 10 raised to minus 3 the whole square ആണ് വരിക. So we get 3.14 into 0.5 square 0.25 ആണ്. 0.25 into 10 raised to minus 3 the whole square means 10 raised to minus 6. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ, ഓക്കെ അല്ലേ? സോ 3.14 into 0.25 into 10 raised to minus 6 is the area. ഇത്രയും കിട്ടിയത് മനസ്സിലായോ? ഇത്രയും കിട്ടിയത് മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കിട്ടി. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്താണ്? ഈ റെസിസ്റ്റിവിറ്റി സെന്റിമീറ്ററിലാണ്, മീറ്ററിലേക്ക് മാറ്റണം. സെന്റിമീറ്റർ എങ്ങനെ മീറ്ററിലേക്ക് മാറ്റും? ദാ ഇവിടെ നമ്മൾ മാറ്റി. സെന്റിമീറ്റർ ഇൻറ്റു മീറ്റർ ഡിവൈഡഡ് ബൈ 100. സോ എന്താ കിട്ടുക? ഇവിടെ എഴുതട്ടെ, കാണാമെന്ന് വിചാരിക്കുന്നു. ഈ 1.7 ഇൻറ്റു 10 raised to minus 6 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ ഇത് മീറ്ററിലേക്ക് മാറും. ഡിവൈഡഡ് ബൈ 100 മീൻസ് വാട്ട്? ദാറ്റ് മീൻസ് 10 സ്ക്വയർ അല്ലേ? ഡിവൈഡ് ബൈ 100 10 സ്ക്വയർ അല്ലേ? ഈ 10 സ്ക്വയർ നേരെ മുകളിലേക്ക് പോയാൽ എന്താ കിട്ടുക? 10 raised to minus 2 അല്ല ആവുക. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാ വന്നെന്ന് ചോദിക്കണേ. എടാ ഇവിടെ സെന്റിമീറ്റർ ആയിരുന്നു, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി ഷുഡ് ഡിവൈഡ് വിത്ത് 100. 100 മീൻസ് വാട്ട്? 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ അല്ലേ? ഈ 10 സ്ക്വയർ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകും, എന്താ കിട്ടുക? നമുക്ക് കിട്ടും 1.7 into 10 raised to minus 6 plus 10 raised to minus 2 എന്നാ കിട്ടുക. ഈ 2 മുകളിൽ minus 2 ആയിട്ട് മാറും. So total is 1.7 into 10 raised to minus 8 ohm meter എന്ന് കിട്ടും. കാണാലോ? അപ്പൊ റെസിസ്റ്റിവിറ്റി എത്രയാടാ? 1.7 10 raised to minus 8 ohm meter ആണ്. ഏരിയ എത്രയാടാ? 3.14 into 10 raised to into 0.25 into 10 raised to minus 6. ഈ രീതിയിൽ കൺഫ്യൂസിംഗ് ആയ ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരും. അപ്പൊ നമ്മൾ ചെയ്ത് തന്നെ പോണം. അതുകൊണ്ട് കൃത്യം ഇത് പഠിക്കണം, ചെയ്യണം, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ ആണോടാ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. പ്രോബ്ലം ചെയ്യാം. ഇതാ ഞാൻ ഇവിടെ ചെയ്യാണ്. ഓരോ വാല്യൂ നമ്മൾ കൊടുക്കാൻ പോവാണ്. R is equal to rho L by A ആണ് അല്ലേ? സോ വാല്യൂ കൊടുക്കുകയാണ്, ഇവിടെ കൊടുക്കാം. റോ എത്രയാണ്? റോ നമുക്ക് കിട്ടി 1.7 into 10 raised to minus 8 അല്ലായിരുന്നോ? യെസ്, 1.7 10 raised to minus 8 ആണ് റോ എന്ന് പറഞ്ഞാൽ. ഇൻറ്റു ലെങ്ത് എത്രയാണ്? ലെങ്ത് 30 മീറ്റർ അല്ലേ? 30 മീറ്റർ. സോ ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ ഏരിയ എത്ര കിട്ടി? We get the area, value of area is 3.14 into 0.25 into 10 raised to minus 6 എന്ന് കിട്ടി. ഓക്കെ ആണോ? നമുക്ക് ഇപ്പൊ തന്നെ 10 raised to minus മുകളിലേക്ക് കൊണ്ടുപോവാം. എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും നോക്കാം. നോക്കൂ, 1.7 ഇങ്ങനെ എഴുതിക്കൂടാ. ഇങ്ങനെ നോക്കിയേ, നമുക്ക് 17 into, ശ്രദ്ധിക്കണേ, മാറ്റുന്നുണ്ടോ? 1.7 into 3 into 10. 3 into 10 means what? That is 30. Okay ആണേ? ക്ലിയർ ആണേ? Into 10 raised to minus 8. അവിടെ ഉണ്ടല്ലോ. 10 raised to minus 6 മുകളിലേക്ക് കൊണ്ടുപോയാൽ എന്താ കിട്ടുക? 10 raised to plus 8 ആയിട്ട് മാറും അല്ലേ? 10 raised to minus മുകളിൽ 10 raised to plus 6 ആയിട്ട് മാറും, പ്ലസ് 6 ആയിട്ട് മാറും. സോ എന്ത് കിട്ടും? ഇൻറ്റു 10 raised to 6. ക്ലിയർ? ഡിവൈഡഡ് ബൈ 3.14 into 0.25 എന്നാണ് വരിക. ഓക്കെ, സോ ഇവിടെ നോക്കൂ, 17 into 10, 1.7 into 10, 17 അല്ലേ? സോ വി ഹാവ് ടു റൈറ്റ് 17 into 3 into 10 raised to minus 8. 10 raised to minus 8 ഉം 10 raised to 6 ഉം minus 8 ഉം plus 6 ആകുമ്പോൾ ഡിഫറൻസ് ഇട്ടാൽ മതി. 10 raised to minus 2 എന്ന് വരും. 10 raised to minus 2 divided by 3.14 into 0.25. 3.14 into 0.25 എത്ര കിട്ടും? 20, 2, 7, 15, 4, 2,
6 അല്ലേ 0 74 തെറ്റിയല്ലോ 24 8 അല്ലേ യെസ് 7 8 15 5 ബാലൻസ് 1 5 2 7 1 8 7 7850 കറക്റ്റ് ടോട്ടൽ 4 ഫാക്ടർ ഉണ്ട് അപ്പം 0.7850 സോ 0.7850 എന്ന് വരും 17 into 3 17 into 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 50 1 ബാലൻസ് 2 1 3 3 2 5 51 into 10 raised to minus 2 divided by 0.7850 പോയിന്റ് മാറ്റണം ഓക്കെ അപ്പോൾ ഈ 0 നമ്മളിപ്പോൾ എഴുതേണ്ട കാര്യമല്ല 0.785 ഇട്ടാൽ മതി കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട 0.785 ഇട്ടാൽ മതി കേട്ടോ സോ ഇവിടുന്ന് നമുക്ക് പോയിന്റ് മാറ്റാൻ എന്ത് ചെയ്താൽ മതി മുകളിലും താഴെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 സ്ഥാനം മാറ്റണ്ടേ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സോ വി ഷുഡ് ഗെറ്റ് 51000 divided by 785 into 10 raised to minus 2 ഇതാണ് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരുന്ന വാല്യൂ കിട്ടുന്നത് സോ r is equal to 51000 by 785 ഓക്കെ ആരെയും കാണുന്നുണ്ടോ മക്കളെ ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പൊ നമ്മൾ ഈ വാല്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 65 into 10 raised to minus 2 എന്നാണ് കിട്ടുക സോ ദ ഫൈനൽ ആൻസർ ഈസ് 0.65 എന്ന് കിട്ടും കേട്ടോ 0.65 ഓം എന്നാണ് കിട്ടുക ക്ലിയർ ആണോ ക്ലിയർ ആവണം മക്കളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അഥവാ ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല ഫസ്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കണം ഇത്തരം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 0.65 is the answer നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യോ താങ്ക് യു സ്റ്റഡി ചലഞ്ചസ് ലൈഫ് സ്റ്റഡി ചലഞ്ച് നേരത്തെ എന്തോന്ന് പറഞ്ഞു വിട്ടോ ഞാനത് കണ്ടില്ലടാ എന്തോ ഒരു വെള്ളം കൊണ്ട് എന്തോ ഉണ്ടാക്കുന്ന കഥ പറഞ്ഞിരുന്നു ഞാൻ കേട്ടില്ല എടാ ഓക്കെ ആണെന്ന് ഓക്കെ പറഞ്ഞ എല്ലാരും യെസ് താങ്ക് യു റെഡി താങ്ക് യു പാർവതി ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ എടാ ന്യൂമറിക്കൽസ് ആയിട്ടാണോ നമുക്ക് ആരും ഇല്ലാത്തത് 35 കുട്ടികളാ കൂടി ഉള്ളത് ഇന്നലൊക്കെ നല്ല കുട്ടികളുണ്ടായിരുന്നല്ലോ 100 എബോ ഇന്നെന്താ പറ്റിയേ ക്ലാസ് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടിനെന്തോ പറയണേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് വിച്ച് ഹാസ് higher resistance a 100 watt or 60 watt bulbs and how many times is greater നല്ല ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ രണ്ട് ബൾബുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു 100 വാട്ട് ബൾബും 60 വാട്ട് ബൾബും ഉണ്ട് ഇതിൽ ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസിനെ പറ്റിയ ക്വസ്റ്റ്യൻ സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സർക്യൂട്ട് വരയ്ക്കുകയാണ് നമുക്ക് എങ്ങനെ സർക്യൂട്ട് വരയ്ക്കാം ഇവിടെ വരച്ച് വെക്കാം ഇതൊരു ബൾബാണ് വിചാരിക്കൂ ഒരു സർക്യൂട്ട് സെക്കൻഡ് സർക്യൂട്ട് നമ്മൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ 100 വാട്ടിന്റെ ബൾബാണ് ഇത് 60 വാട്ടിന്റെ ബൾബാണ് ഇതിൽ ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്ന ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് പവറിന്റെ ഇക്വേഷൻ നോക്കാം പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അല്ലടാ പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ് സോ നമുക്ക് രണ്ടു പേർക്കും ഒരേ കൺസെപ്റ്റ് ഒരേ വോൾട്ടേജ് കൊടുക്കുന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് സോ സെയിം വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് ക്ലിയർ സോ ഹിയർ വി സ്ക്വയർ ഈസ് കോൺസ്റ്റന്റ് സോ നമുക്ക് എന്ത് കിട്ടും പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ബൈ ആർ എന്നാണ് കിട്ടുക സോ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈക്വൽ ടു ഇൻറ്റു എ കോൺസ്റ്റന്റ് പറഞ്ഞാൽ നമുക്കത് ഏതാടാ പ്രപ്പോർഷന്റെ ഫിഗർ ആയിട്ട് മാറും പവർ ഈസ് പ്രപ്പോർഷണൽ ടു 1/r എന്നാണ് നമുക്ക് കിട്ടുക അതെങ്ങനെയാന്ന് മനസ്സിലായോ നോക്കൂ നമുക്ക് ഈ പ്രപ്പോർഷനിൽ മാറ്റാൻ എന്താ നമ്മൾ ചെയ്യുക പ്രപ്പോർഷൻ മാറ്റി ഈക്വൽ ആക്കണം എന്താ ചെയ്യാം
we should multiply with a constant. ശരിയല്ലേ? സോ ഈക്വൽ ടു കോൺസ്റ്റന്റും അടുപ്പിച്ച് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രപ്പോർഷണൽ. ക്ലിയർ ആണോ? സോ അങ്ങനെ എഴുതി കേട്ടോ. എങ്ങനെ വെറുതെ എഴുതിയല്ല, ഇത് കണക്കാക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നതാണ്. കാരണം എന്താണ്? ഹിയർ ദ വോൾട്ടേജ് സപ്ലൈ ഈസ് എ കോൺസ്റ്റന്റ്. സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് കൂടിയ ആൾക്കാണ് എന്ത്? പവർ കുറയാ. If resistance increase, power will be decrease. If resistance decrease, power will be increase. So which one has high resistance? So high resistance ഉള്ളത് ആർക്കാണ്? ലോ പവർ ഉള്ള ബൾബിന്, ബൾബ് B1 അല്ലെ B2ന്, ഈ ബൾബിനാണ് അല്ലെ. 60 വാട്ട് ബൾബിനാണ് എന്ത്? ഹൈ റെസിസ്റ്റൻസ് ഉള്ളത്. ഇനി നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയായി കഴിഞ്ഞപ്പോ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് തീർന്നു. പക്ഷേ one more question is, sir, how many times is greater എന്ന് ചോദിച്ചിട്ടുണ്ട്. How many times is greater? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ടൈംസ് കാണണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല അല്ലെ. സോ നമുക്കത് 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു how many times we should find the ratio അല്ലെ. ഒന്ന് മറ്റൊന്നിനോട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകും. how many times? so comparison means what? that must be we take the ratio എടുക്കണം. സോ നമുക്ക് എടുത്തു നോക്കാം. എങ്ങനെ എടുക്കണം? ഒന്നാമത്തിന്റെ പവറും രണ്ടാമത്തിന്റെ പവറും നമുക്ക് P1 എന്നും P2 കൊടുക്കാം. സോ P1, സോ വാല്യൂ ഓഫ് P1 ഈസ് ഈക്വൽ ടു V by R1 അല്ലേ. ആൻഡ് വാല്യൂ ഓഫ് P2 ഈസ് ഈക്വൽ ടു V by R2. സംശയമില്ലല്ലോ. റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് R1, B1ന്റെ R1 എന്നും ഇത് R2 എന്നും കൊടുക്കാം നമുക്ക്. സോ P1 ഈസ് ഈക്വൽ ടു V by R1 and P2 is equal to V by R2 എന്ന് കിട്ടും. നമുക്ക് റേഷ്യോ എടുത്താൽ മതി. എങ്ങനെ റേഷ്യോ എടുക്കുക? P1 by P2 എടുക്കണം അല്ലേ. സോ P1 by P2 is equal to V by R1 divided by V by R2. ഇങ്ങനെയല്ലേ വരിക? സോ മുകളിലും താഴെ എന്തുണ്ട്? സെയിം വാല്യൂസ് ഉണ്ട്, V ഉണ്ട്. സോ we have to cancel V and V together. So we should get P1 ഇവിടെ എട്ടും പോയില്ല. P1 by P2, right? P1 by P2 is equal to 1 by R1 divided by 1 by R2 എന്നല്ലേ വന്നത് അല്ലേ. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ. 1 by R1 by 1 by R2 എന്ന് പറഞ്ഞാല് 1 by R1 into R2 by 1 അല്ലേ അല്ലേ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1 into R2, R1 into 1. അപ്പൊ എന്താ കിട്ടുക? R2 by R1. So we get the value P1 by P2 is equal to R2 by R1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് റേഷ്യോ കാണാനുള്ള സിമ്പിൾ മെത്തേഡ്. സോ ഇവിടെ നമുക്ക് P1 ഉം P2 തന്നിട്ടുണ്ടല്ലോ. സോ നമുക്ക് എന്ത് പറയാം? R2 by R1 എന്ന് പറഞ്ഞാൽ P1 by P2 അല്ലേ. സോ വാല്യൂ ഓഫ് P1 പവർ 1 100 ആണ്. സോ വി ഗെറ്റ് 100 ഡിവൈഡഡ് ബൈ P2 60 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? R2 by R1 ഈസ് ഈക്വൽ ടു 100 by 60 എന്ന് കിട്ടും. 0 ക്യാൻസൽ ചെയ്യാം. 10 by 6 ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാടാ? ഒരു തവണ പോവും. 1 പോയിന്റ് ബാലൻസ് 4 വരും. 4ൽ 40 ആവുമ്പോൾ 6 ടൈംസ് 666. സോ 1.6 വരും. സോ R2 by R1 ഈസ് ഈക്വൽ ടു 1.6. സോ നമുക്ക് ഈ R1 ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? ഇങ്ങോട്ട് കൊണ്ടുപോകാലോ. സോ R2 ഈസ് ഈക്വൽ ടു 1.6 R1 എന്ന് കിട്ടും. കണ്ടോടാ? അപ്പൊ എത്ര ടൈംസ് കൂടുതലാണ്? R2 ഈസ് 1.6 ടൈംസ് ഗ്രേറ്റർ ദാൻ R1 എന്ന് കിട്ടി. കിട്ടിയോ? മനസ്സിലായോ? ഏതാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഫാത്തിമ ഫിദ, ഇതാണോ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ കമന്റ് വായിക്കുന്നുണ്ട്. ഓക്കെ ആണോ?
എന്ത് പറ്റി? സ്റ്റഡി ചേഞ്ചസ് ലൈഫ് കച്ചറയാണല്ലോ ഇവിടെ. കുതിര അവിടെ അലമ്പുണ്ടാക്കും തോന്നുന്നുണ്ട്. പാർവതി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആദിത്യൻ ആദി വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ സിലിണ്ടർ ഓഫ് മെറ്റീരിയൽ ഈസ് 10 സെന്റിമീറ്റർ. ഒരു മെറ്റീരിയൽ ഏത് മെറ്റീരിയൽ തന്നിട്ടില്ല. എ സിലിണ്ടർ ഓഫ് മെറ്റീരിയൽ ഈസ് 10 സെന്റിമീറ്റർ ലോങ് and has a cross section of 2 centimeters square. If its resistance along the length be 20 ohm, what will be the resistivity? So we want to find out the resistivity. So first of all, നമുക്ക് എന്ത് വേണം? റെസിസ്റ്റിവിറ്റി കാണുന്ന ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. സോ റെസിസ്റ്റിവിറ്റി കാണുന്ന ഇക്വേഷൻ നമ്മൾ ആർന്നാ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ready? So R is equal to rho into L by A ആണല്ലോ അല്ലേ? ഇവിടുന്ന് നമുക്ക് റോ അതായത് റെസിസ്റ്റിവിറ്റിയാ കാണേണ്ടത്. അപ്പൊ എല്ലിനെ എനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. സോ എ ഇവിടെ ഡിവിഷൻ ഫാക്ടർ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോവും, AR എന്നാവും. എൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. സോ ദി ഇക്വേഷൻ റോ ഈസ് ഈക്വൽ ടു AR by L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ ഓക്കെ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എയും ആറും ഒക്കെ കാണണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് ഈസ് ഗിവൺ. ലെങ്ത് ഈസ് 10 സെന്റിമീറ്റർ. കൺവേർട്ട് ചെയ്യണം മീറ്ററിലേക്ക്. സെന്റിമീറ്റർ മീറ്റർ എത്രയാണോ? സെന്റിമീറ്റർ മീറ്റർ ഡിവൈഡ് ബൈ 100 അല്ലേ? സോ 10 by 100. 0യും 0യും കട്ട് ചെയ്യും. സോ 1/10 0.1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 10 raised to minus 1 എഴുതാം. ദാറ്റ് ഈസ് 10 raised to minus 1 മീറ്റർ. 10 raised to minus 1 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ലെങ്ത് കിട്ടി. ഏരിയ ഈസ് ഗിവൺ. ഏരിയ ഈസ് 2 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഈസ് 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കി മാറ്റണം. സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ ആയിട്ടാണ് മാറാം, മറന്നു പോകണ്ട. സോ 2 സെന്റിമീറ്റർ നമുക്ക് എങ്ങനെ മാറ്റാം? നേരെ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 ഡിവൈഡ് ചെയ്യണം. സോ 2/100 മീൻസ് 2 into 10 raised to minus 2. ഇത് സെന്റിമീറ്റർ ആണ്. അപ്പം സ്ക്വയർ ചെയ്യണം. സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ? സെന്റിമീറ്റർ മീറ്റർ ആക്കി. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2 into 10 raised to minus 4 എന്ന് കിട്ടി. ഈ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, 2 10 raised to minus 4 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പം എയും ആറും എല്ലാം കിട്ടി. ഇനി നമ്മൾ നേരെ വാല്യൂ കൊടുത്താൽ പോരടാ. നേരെ വാല്യൂ കൊടുക്കാം. സോ റോ ഈസ് ഈക്വൽ ടു AR by L. A is 2 into 10 raised to minus 4 into R. R is 20 ohm. So into 20 divided by L. L എത്രയാ? 10 raised to minus 1. 10 raised to minus 1. ഈ 10 raised to minus 1 നേരെ മുകളിൽ പോകുമ്പോൾ 10 raised to plus 1 ആവും അല്ലേ? ഇവ നേരെ മുകളിൽ പ്ലസ് 1 ആവില്ല. അപ്പൊ അവിടെ പ്ലസ് 1 ഇട്ടാ പോരെ. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? നമുക്ക് കിട്ടും 2 into 10 raised to minus 3 into 20 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 10 raised to 1 താഴെ അപ്പോൾ 1 ആണ് വരിക. അപ്പം എന്ത് കിട്ടി? 2 into 20 40. 40 into 10 raised to minus 3 is our answer. Ohm meter. ഇത്രയും ohm meter. 40 10 raised to minus 3 ohm meter is our answer. കിട്ടിയോ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. ഏതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ എമൗണ്ട് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ എ സെൽ ഇൻ 4 seconds is 1 coulomb. ഫൈൻഡ് ദ കറന്റ് സപ്ലൈഡ് ബൈ ദ സെൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി പോയി അല്ലേ? I is equal to Q by T ആണ്. Q നമുക്ക് തന്നിട്ടുണ്ട് 12 coulomb. സോ 12 by ടൈം 3 ആണ്. സോറി, ടൈം 4 ആണ്. So 12 by 3 ampere is our answer. Simple ആയിപ്പോയി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Calculate the number of electrons that would flow per second through the cross section of a wire when 1 ampere current flows in it. അത് പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യനിലല്ലോ. I is equal to 1 ampere. ടൈം എത്രയാണ്? പെർ സെക്കൻഡ് 1 സെക്കൻഡ് ആണ്. അത് മതി. എന്താ കാണേണ്ടത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ക്യൂ കാണണം. സോ I is equal to Q by T ആണെങ്കിൽ Q is equal to I into T ആണ്. So I into I എത്രയാ 1. So 1 into 1 തന്നെ വരും. 1 into 1 should be 1 coulomb. 1 coulomb is our answer. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. സ്റ്റഡി ലൈഫ് 4 മീറ്റർ അല്ല 0.4 ആണ് വരിക. എന്താ വെച്ചാൽ ഇങ്ങനെ 1 2 3 സാധനം പോകില്ലേ, 0.4 ആണ് വരിക. ഇല്ല, ചെയ്ത കറക്റ്റ് ആണല്ലോ. ചെയ്ത കറക്റ്റ് ആടോ. ഒന്നുകൂടെ ചെയ്തു കേട്ടോ. വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? കറക്റ്റ് ആണല്ലോ. ഓക്കെ. Calculate the energy consumed by 120 watt toaster in 20 minutes. Energy consumed are കാണേണ്ടത്. So we want to find out the energy consumed. So energy is equal to question mark. Power is given. Power is equal to 120 watt. Time is given 20 minutes. Okay. Clear? മിനിറ്റ് എന്താക്കണം? സെക്കൻഡ് ആക്കണം വേണ്ടേ? സോ 20 into 60 6 2 12 2 0. സോ 1200 സെക്കൻഡ്. നേരത്തെ ഞാൻ സെക്കൻഡ് മിനിറ്റ് ആക്കണം പറഞ്ഞു അല്ലേ, എന്തോ കൺഫ്യൂഷനിൽ പറഞ്ഞു പോയതാ. സോ വി നോ ദാറ്റ് ദ പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. ഫ്രോം ദിസ് ഇക്വേഷൻ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. So we get power is 120 into 1200. So 12 into 12 is 144. 144 balance 1 2 3 zeros. So 1 2 3 zeros joule. ഇത്രയും വരും. So വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതെന്താണെന്നറിയോ? പ്രോബ്ലം സെക്ഷൻ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൂ. ഇവിടെ എനിക്ക് വേറൊരു കഥ പറയാനില്ല, വേറൊരു കാര്യം ചെയ്യാനില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ടൈം പ്രോബ്ലത്തിലായിരിക്കണം. ഒരു സെക്കൻഡ് അങ്ങോട്ട്, ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. ദാറ്റ് ഈസ് വൈ എവിടെയെങ്കിലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ചടപ്പാ. അതുകൊണ്ടാട്ടോ കൃഷ്ണാന്തിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിർത്തി, കൃഷ്ണാന്തിനെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോബ്ലം നിർത്തി. ഇതോടുകൂടി പ്രോബ്ലം ഞാൻ വൈൻഡപ്പ് ചെയ്തു. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇനി മുന്നോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഇനിയുണ്ടല്ലോ നമുക്ക് 2 ദിവസം. ആ 2 ദിവസം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഡോൺ വറി. പക്ഷെ ഇപ്പോ ഒരു ബോറിംഗ് പോലെ പലർക്കും തോന്നി എന്ന് പറഞ്ഞു, കുഴപ്പമാക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ഞാൻ വിട്ടു, നെക്സ്റ്റ് കോഴ്സിലേക്ക് കടക്കാം. അല്ല, ഒരു പ്രോബ്ലം ചെയ്യട്ടെ. ലാസ്റ്റ് പ്രോബ്ലം, എ വെരി സിമ്പിൾ പ്രോബ്ലം, ഏറ്റവും സിമ്പിൾ പ്രോബ്ലം ആണ്. കൃഷ്ണാന്തിന് ഓക്കെ അല്ലേ? സോ യു ഹാവ് 2 മെറ്റാലിക് വയേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് 45 and 30. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, R1 ഈസ് ഈക്വൽ ടു 45 ആൻഡ് R2 ഈസ് ഈക്വൽ ടു 30. ഫൈൻഡ് ദ ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ്. നിങ്ങൾക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയണേ. ഹൈയസ്റ്റ് മീൻസ് വാട്ട്? ഹൈയസ്റ്റ് എന്ന് പറഞ്ഞാൽ സീരീസ് കണക്ഷൻ ആണ്. ആൻഡ് ലോവസ്റ്റ് മീൻസ് വാട്ട്? ദാറ്റ് പാരലൽ കണക്ഷൻ. ഇത് അറിയാത്ത ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഞാൻ പ്രോബ്ലം ആണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വേറെ ഒരു കഥ ഇതിൽ പറയാനില്ലല്ലോ. നമ്മൾ ടോപ്പിക് എടുക്കുകയാണ്, ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതോ ചെയ്യാനുള്ളൂ. ഇനി മുന്നോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ടോപ്പിക്കും പിന്നെ കുറച്ച് പ്രോബ്ലം ആയിട്ട് നമുക്ക് ഉഷാറായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ ആണല്ലോ? സോ ഇത് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. സോ ആദ്യം നമ്മൾ ഹയസ്റ്റ് കാണുന്നത്, ഹയസ്റ്റ് മീൻസ് സീരീസ്. സോ സീരീസ് ആകുമ്പോൾ ഇക്വേഷൻ എന്താണ്? R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. That is why we should get 45 plus 30. എത്രയാണ്? 75.
ശരിയല്ലേ? 75 ohm is the highest resistance. And in the case of parallel, we should get lowest. Parallel ആകുമ്പോൾ lowest കിട്ടും. So equation R is equal to R1 R2 by R1 plus R2. So we should get 45 into 30 divided by 45 plus 30. ഇതാണ് കിട്ടുക. സോ എന്താ കിട്ടുക? 45 into 3, 45, 90, 135 അല്ലേ? സോ 1350 divided by 45 plus 3, 75. ശരിയാണല്ലോ? സോ 1350 by 75 ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തോളൂല്ലേ? ഇതൊന്നും ചെയ്യാനുള്ള നേരല്ല നമുക്ക്. 1350 divided by 75. So the answer is 18 ohm. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രോബ്ലം നമ്മൾ വിട്ടു പരിപാടി. നമ്മൾ ഇനി എനർജറ്റിക് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. സോ ഓൾ ഓഫ് യു ഗെറ്റ് റെഡി. നമ്മൾ തകർക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ ആണോ? 14400 അല്ലാന്നോ? എന്താ അങ്ങനെ പറയണേ? എന്താ അല്ലാത്തത്? 12 into 12 144 അല്ലേ? പിന്നെ ബാക്കി 3 zeros അല്ലേ ഉള്ളത്? എന്താ മാമു ഫോട്ടോഗ്രാഫി അങ്ങനെ പറഞ്ഞത്? ആണ് 20 into 60 1200. യെസ് 120 ആണ്. ആണടാ, വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ. ഓക്കെ, ഗെറ്റ് റെഡി. 18 ohm is our answer. ഗെറ്റ് റെഡി. പ്രോബ്ലം ഞാൻ വിട്ടു. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. വൈ ടങ്സ്റ്റൺ മെറ്റൽ used in bulbs but not in fuse wire? So in a single question we are going to discuss about tungsten filament, also fuse wire. So we should aware about the characters of tungsten and fuse wire and also nichrome. നമുക്ക് മൂന്നും പറയാൻ പോവാണ്. First one is nichrome. Okay, the second one is fuse wire, third one is tungsten. So ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേര്, ഇവർ മൂന്ന് പേരുടെയും you should aware about the characters of nichrome, tungsten and fuse wire. Okay, first of all, here fuse wire and nichrome are alloys, but the tungsten is not an alloy. Okay, nichrome and fuse wire are alloy. ആരുടെ alloy എന്ന് പഠിച്ചു വെക്കണം. ഓർത്ത് വെച്ചോ അല്ലെങ്കിൽ പഠിച്ചു വെച്ചോ, അറിയാത്തുള്ള എഴുതി വെച്ചോ. എങ്ങനെ എഴുതി വെക്കണം? ഓക്കെ, നിക്കൽ, ക്രോമിയം, അയൺ. നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മാംഗനീസ് കൂടി ഇവിടെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, പക്ഷേ മാംഗനീസ് നിർബന്ധമില്ല. സോ നിക്കൽ, ക്രോമിയം, അയൺ സംടൈംസ്, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാംഗനീസ് കൊടുക്കാം കേട്ടോ. ഇനി ഫ്യൂസ് വയർ. ഫ്യൂസർ is an alloy of tin and lead. അറിയാലോ, SN and PB. SN tin, PB lead. ടങ്സ്റ്റൺ alloy അല്ല, അതുകൊണ്ട് അത് എഴുതുന്ന കാര്യമല്ല. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് എഴുതണം? nichrome has highest resistance, fuse wire has highest resistance, tungsten also has highest resistance. കിട്ടിയോ? All the three materials are highest resistance. And the next one, nichrome has highest resistivity, fuse wire has highest resistivity, tungsten is also have highest resistivity. Clear ആണോ? Okay ആണ്. Okay, next point, nichrome has highest melting point, fuse wire has highest melting point and lowest melting point. Yes, ഇവിടെ ഡിഫറൻസ് ഉണ്ട്. എന്താ ഡിഫറൻസ്? fuse wire has lowest melting point, lowest അല്ല, low melting point കേട്ടോ. low melting point ആണ് fuse wire. അതെന്തിനാ ഫ്യൂസർ ലോ മെൽറ്റിംഗ് പോയിന്റ് ആവുന്നത്? എടാ, ഫ്യൂസ് വയർ എന്ത് ചെയ്യണം? when excess amount of current is passing through the fuse wire, fuse wire will melt. അതിങ്ങനെ മെൽറ്റ് ചെയ്ത് കരിഞ്ഞുണങ്ങി കത്തി പോണം അല്ലേ? അല്ലടാ, സ്വയം ജീവൻ എടുക്കുക എന്ന് പറയും. ശരിയല്ലടാ? നിങ്ങൾ ഫ്യൂസിനെ പറ്റി ആലോചിച്ച് നോക്കിയേ, ഫ്യൂസ് വയറിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ എക്യുപ്മെന്റ്സിനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ഉരുക്കി കത്തി വെന്ത് ചത്തടിയുന്ന മണ്ണാകുന്ന ടങ്സ്റ്റൺ അല്ല, സോറി, ഫ്യൂസ് വയർ. ശരിക്കും പറഞ്ഞാൽ ഫ്യൂസിനെ പറ്റി ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കളെ, എന്റെ തൊണ്ട ഗദ്ഗതം കൊണ്ട് നിറയുകയാണ്, എന്റെ കണ്ണുകൾ നിറയുകയാണ്. ഓംസ്റ്റോന്റെ ഗ്രാഫ് വെച്ച് ചെയ്യാറുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, ഈ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് എന്ത്? ഫ്യൂസ് വയറിന് പെട്ടെന്ന് കത്തി പോണോ, അതിന് വേണ്ടിയിട്ട് മെൽറ്റ് ചെയ്ത് പോണോ. ബട്ട് ടെൻഷൻ എന്ത് ചെയ്യണം? കത്താൻ പാടില്ല. സോ ടെൻഷൻ എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആ മക്കളെ, മറക്കരുത്. ക്ലിയർ ആണോ? അടുത്തത് ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, നിക്രോമിന്റെ പ്രോപ്പർട്ടി, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹീറ്റ് ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. എന്താണ്? എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹീറ്റ് ആണ് നിക്രോം വരുന്നത് ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ആണ്. റെഡ് ഹോട്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹീറ്റ് അതാണ് മസ്റ്റ്. ഫ്യൂസ് വയർ പിന്നെ ഇനി പ്രോപ്പർട്ടി നമുക്ക് എഴുതാനില്ല, അവിടെ നിൽക്കട്ടെ. ടെൻഷന്റെ കാര്യം പറയുമ്പോഴോ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ലൈറ്റ് ആണ്, ക്ലിയർ ആണല്ലോ. ഇനി ടെൻഷൻ ഒരു പ്രോപ്പർട്ടിയോട് നമുക്ക് പറയാൻ സാധിക്കും. ടെൻഷന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹൈ ഡക്റ്റിലിറ്റി. ഇറ്റ് ഈസ് ഡക്റ്റൈൽ ആണ്, ഹൈ ഡക്റ്റിലിറ്റി. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഹൈ ഡക്റ്റിലിറ്റി ആണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ ആണോ? സ്റ്റഡി ചലഞ്ച് പറഞ്ഞ കേട്ടോ. ഫ്യൂസ് വയർ ഒരു പോയിന്റ് കൂടെ നമുക്ക് എഴുതാൻ സാധിക്കും. എന്ത്? ഇത് KSCBയുടെ ആയുധമാണ് അല്ലെ? ഇറ്റ്സ് എ വെരി ഗുഡ് വെപ്പൺ ഓഫ് KSCB. വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് പറ്റി ശ്രേയ നായരെ കരയുന്നത്? വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? ആരെന്തെങ്കിലും പറഞ്ഞോ തന്നെ? വേണ്ടട്ടോ, ശ്രേയ നായരെ തൊട്ട് കളിക്കുന്നുണ്ടോ? അടിയേക്കും പറയാം, തല്ല് തീരൂലട്ടോ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഓംസ് ലോന്റെ കാര്യമാണോ നമ്മൾ പറയാം? യെസ്, ഡിഫൈൻ ഓംസ് ലോ. Define Ohm's law is the direct question. The indirect question is state the law that gives the relationship between the potential difference across the two ends of a conductor and the current flowing through it എന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ പടച്ചോനെ ഇത് ഏതാ സാധനം എന്ന് നമ്മൾ ചിലപ്പോ വിചാരിച്ചു പോകും. ഏത്? ഡിഫൈൻ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനും എഴുതാൻ പറ്റും ഇല്ലേ? ആർക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ചോദിച്ചു, സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ദൈവമേ, ഞാനിത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഏതാണോ? ദാറ്റ് ഈസ് ഓംസ് ലോ. എന്താ ഓംസ് ലോ? നമ്മൾ ലാസ്റ്റ് സെഷനിൽ വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ എമൗണ്ട് ഓഫ് കറന്റ് കൂടുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. സോ അതിലേക്കൊന്നും ഞാൻ പോകുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. എന്താണ്? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇലക്ട്രിക് കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് directly proportional to the potential difference across the conductor provides the temperature remains the same. നോക്കൂ, പല കുട്ടികൾ ഇത്ര മാത്രം എഴുതി വെച്ച് നിർത്തും. നിങ്ങൾക്ക് അര മാർക്കോ ഒരു മാർക്കോ ഫുൾ മാർക്കോ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോ മീൻസ് ലോ. ലോ എന്ന് പറഞ്ഞാൽ ലോ ആണ്. ലോയിൽ യാതൊരു ചേഞ്ചുകൾ ഉണ്ടാകാൻ പാടില്ല, വെട്ടിത്തിരുത്താൻ പാടില്ല കേട്ടോ. സോ ഇത് എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അര മാർക്ക് പോവും, ചിലപ്പോൾ ഒരു മാർക്ക് പോവും, ചിലപ്പോൾ ഫുൾ മാർക്കും പോവും കേട്ടോ. അതുകൊണ്ട് മറന്നു പോരുത്, ആ ഭാഗം ഇതുകൂടെ എഴുതി വെക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. So equation ഏതാടാ? V is proportional to I. So we get V is equal to I into R, right? ഇതിന് വേറെ നമ്മൾ equation ഉണ്ടാക്കി. I is equal to V by R and R is equal to V by I. ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കൂടുതൽ പറയേണ്ട കാര്യമല്ല. Next question. A graph is plotted between the values of the Ohm's law ഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. സ്റ്റഡി ചലഞ്ച് ഓക്കെ അല്ലേ? നീ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. A graph is plotted between the values of potential difference V and current I. What conclusion do you draw about the relation between V and I from this graph? ഇവിടെ വിന്റെയും ഐന്റെയും റിലേഷൻ വെച്ച് നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താൻ പറ്റാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ദീസ് ഗ്രാഫ് ഇൻഡിക്കേറ്റിംഗ് ഓംസ് ലോ അല്ലെ? V by I അല്ലെങ്കിൽ വോൾട്ടേജിന്റെയും കറന്റിന്റെയും ആ ഒരു റിലേഷൻ എന്താണ്? ദാറ്റ് റിലേഷൻ ഈസ് V by I, right? So V by I is resistance. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും the potential difference V is directly proportional to the current I ആണ്.
അപ്പൊ നമുക്ക് റിലേഷൻ ഉണ്ടാക്കുമ്പോൾ എന്താ കിട്ടുക? V/I ഈസ് ഈക്വൽ ടു R. ദാറ്റ്സ് എ സിമ്പിൾ വൺ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ലോയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, സ്ലോപ്പ് വെച്ച് കാണാൻ ചോദിക്കാറുണ്ട്. അതെങ്ങനെ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് അല്ല, ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഓപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ ഇറ്റ്. We know the equation is R is equal to V/I and the unit of resistance is ohm. Clear ആണോ? Simple ആണ്. Okay, next question. It's a very important question. The factors affecting the resistance of a conductor. I think you already know that two factors, length and length and area of cross section. ഇതെല്ലാരും എഴുതി വെക്കുന്നതാണ്. But actually we have three factors. ആ മൂന്നാമത്തെ ഫാക്ടർ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണട്ടെ, നിങ്ങൾ എത്ര പേര് അറിയാൻ വിചാരിക്കട്ടെ. First factor is length. We already know that. Third factor ഒന്ന് കമന്റ് ചെയ്യണേ. Okay. Yes. Resistance depends upon temperature. Yes. Tni x9. Resistance is depends heat. So നമ്മൾ ജൂൾസിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ? H is equal to I square RT. ഇത് പഠിച്ച് ഓർമ്മയുണ്ടോ? ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, ഇതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ മീനിങ് H is proportional to I square എന്നാണ്. അതേപോലെ H is proportional to R എന്നാണ്. H is proportional to T എന്നാണ്. നമ്മൾ ജൂൾസ് പഠിച്ച് ഓർക്കുന്നില്ലേ? എന്താണ്? H is equal to I square RT. The heat produced by a current carrying conductor is equal to the product of the square of the current passing through it, resistance of the material and time of flow of current. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? So by using this equation we understand that resistance is a very important factor which affects heat. So resistance increase, heat also increase. So we have to say vice versa. എങ്ങനെ പറയാം? Heat increase, resistance also increase. Because of that reason, in the case of Ohm's law, we should denote that point at a constant temperature, or it provide a constant temperature. Clear ayo? Okay. Resistivity, area of cross section എന്ന് പറയുന്നു. Okay, എന്തൊക്കെയാ പറയുന്നത് ഞാൻ നോക്കട്ടെ. Area of cross section, nature of the material. Nauba Sharin, Nauba, study challenge, very good. Nature of the material, temperature. Yes, Parvati എല്ലാം പറഞ്ഞു. Very good Parvati. എല്ലാം പറയാൻ പറഞ്ഞില്ല, പക്ഷെ പാർവതി എല്ലാം പറഞ്ഞു. അപ്പം നമ്മൾ മെൻഷൻ ചെയ്യണമല്ലോ. ബാക്കി എല്ലാവരും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓൾസോ. അത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നതാണ്, മറന്നു പോകരുത്. ത്രീ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളത് ഇക്വേഷനെ കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് മിക്കവാറും നമ്മൾ വിട്ടുപോകുന്നത്. സോ ഫസ്റ്റ് വൺ ലെങ്ത്. വി ഓൾറെഡി നോ ദാറ്റ് R is directly proportional to length. Second one is area cross section. R is എവിടെ എഴുതണം? R is inversely proportional to area. Inversely proportional ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നോക്കൂ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാനും നമ്മുടെ ആരാണ്? അബ്ദുള്ള അനിയാസാദ്. അബ്ദുള്ള ഒരു മെലിഞ്ഞ കുട്ടിയെ വിചാരിക്കും, നല്ല മെലിഞ്ഞിട്ട് അബ്ദുള്ള. ഞാനും അബ്ദുള്ള കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരേ സമയത്ത് ഷോക്ക് അടിച്ചു. അപ്പൊ നിങ്ങൾ എന്റെ ആൻസർ പറഞ്ഞു തരണേ. ഞാനും അബ്ദുള്ളയും ഒരേ സമയത്ത് നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരേ സമയത്ത് ഷോക്ക് അടിച്ചു. ഒരു സെയിം സോഴ്സിൽ നിന്ന് ഷോക്ക് അടിച്ചു. നോക്കൂ, എനിക്കാണോ അബ്ദുള്ളക്കാണോ കൂടുതൽ ഷോക്ക് അടിക്കുക? ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. എനിക്കാണോ അബ്ദുള്ളക്കാണോ കൂടുതൽ ഷോക്ക് അടിക്കുക? ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. അബ്ദുള്ളന്റെ പറഞ്ഞോ? നോ വറീസ്. തേർഡ് ഫാക്ടർ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആണ്. സോ നിങ്ങൾ ഇപ്പൊ ഞാൻ ചോദിച്ച ആൻസർ എന്ത് വെച്ച് പറയണം? R is proportional to 1/A വെച്ച് പറയണം. R is inversely proportional to area വെച്ച് പറയണം. And I am just searching your answer. എവിടെ? മുക്താർ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റ ഒക്കെ ഉണ്ടോന്ന് പറഞ്ഞു കൊടുക്ക്. എനിക്കാന്ന് പറയുന്നു നന്മ മോഹൻ. സ്റ്റഡി ചലഞ്ച് പറഞ്ഞു, എല്ലാരും പറഞ്ഞു എനിക്കാണ്. എന്തുകൊണ്ടാ? വെരി ഗുഡ്. ഇക്ക ഹായ് ഇക്ക. സാറിനാണ് എനിക്കാണ് അടിക്കുക. എന്തുകൊണ്ടാ? ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടാണ്, വയറൊക്കെ ചാടിയിട്ടുണ്ട്, തടിയൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏരിയ എനിക്ക് കൂടുതലാണ്. സോ വലിയ ഒരു റോഡിലൂടെ, നല്ല വീതിയുള്ള റോഡിലൂടെ വാഹനങ്ങൾ സുഖമായിട്ട് പോവും. ഈസി ടു ട്രാവൽ ത്രൂ
എ തിക്ക് തിക്ക് റോഡ്, ബട്ട് ഇറ്റ് ഈസ് എ തിൻ റോഡ്, തിന്നായ റോഡ്, മെലിഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടുമ്പോൾ തന്നെയാണ് കറന്റും. ദ കറന്റ് ഈസ് ഈസി ടു ഫ്ലോ ത്രൂ എ തിക്ക് ബോഡി. ഏരിയ കൂടിയ ബോഡി കൂടി വളരെ സ്പീഡ് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ ഫ്യൂസ് വയർ, നമ്മുടെ ന്യൂട്രൽ വയർ അല്ലേ, നമ്മുടെ ന്യൂട്രലിന്റെ പ്ലഗിൽ 3 പിൻ പ്ലഗ് ഇല്ലടാ, 3 പിൻ പ്ലഗ് ഇങ്ങനെയുള്ളേ ഇതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അത് തിക്കാക്കി വെക്കാനുള്ള കാരണം അതാ. നമുക്ക് പ്രശ്നം അത് പഠിക്കാനല്ല, എന്നാലും പോട്ടെ. യെസ്, ഞാൻ തിക്കായതുകൊണ്ടാ ഇക്ക കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഡിഫൈൻ 1 ohm റെസിസ്റ്റൻസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് 1 ohm, വാട്ട് ഈസ് ദ മീൻ ബൈ ദ സ്റ്റേറ്റ്മെന്റ്? സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. സോ റോ ഈസ് എ കോൺസ്റ്റന്റ്. സോ R ഈസ് ഈക്വൽ ടു R 1 ആണെങ്കിൽ 1L ബൈ 1 ഏരിയ ആവണം അല്ലേ? അത്ര മാത്രമേ ഉള്ളൂ. ഇത് മാത്രം നോക്കിയാൽ മതി. റെസിസ്റ്റൻസ് 1 ohm ആവണമെങ്കിൽ ലെങ്ത് 1 ആവണം, ഏരിയ 1 ആവണം. അപ്പൊ എന്താ നമ്മൾ പറയാം? we have a material of length 1 meter and area of cross section is 1 meter square. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ohm ആയിരിക്കും കേട്ടോ. അതാണ് the resistance of a conductor is said to be 1 ohm if a potential difference അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ മതി. I is equal to V, R is equal to V by I അല്ലടാ, ഇങ്ങനെയും പറയാം കേട്ടോ, രണ്ട് രീതിയിലും പറയാം. സോ 1 R is equal to 1 volt by 1 ampere. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ്. കറന്റ് 1 ആംപിയർ പോവാണെങ്കിൽ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ohm ആണ് കേട്ടോ. ഇതും പഠിക്കാം, ഇതും പഠിക്കാം. പക്ഷെ ഞാൻ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോയതാ. ഇതാണ് ആൻസർ കേട്ടോ. സോ എന്താണ്? if 1 volt across the ends of the conductor makes a current if 1 ampere to flow through it. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ആയിക്കോട്ടെ. ഫോണിക്സ് ജെയിംസ് എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങനെയാണ്, അങ്ങനെ ആവട്ടെ. ഞാൻ എന്തായാലും നിർത്താൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. 8:28 ആയില്ലേ, കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം കേട്ടോ. ആക്ച്വലി തൊണ്ടയ്ക്ക് നല്ല പെയിൻ ഉണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലേ എന്താ ഇതായിട്ടുണ്ട്. ഫോണിക്സ് ഗെയിമിംഗ് പറയുന്നത് കേട്ടോളൂ, അടിപൊളി ആവട്ടെ. സോ താങ്ക് യു ഓൾ. ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ബൈ. 8:30 അതുകൊണ്ടാണ് വയ്യ, അതുകൊണ്ടാണ്. നാളെ 7:30 ബയോളജിയും അതേപോലെ കെമിസ്ട്രി ഉണ്ടാവും, ചിലപ്പോൾ ഞാനുണ്ടാവും. എന്തായാലും നമുക്ക് ഉഷാറായിട്ട് പോകുന്നത് കേട്ടോ. നാളെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങും. സെക്കൻഡ് ചാപ്റ്ററിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യം പറയും. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് മോർണിംഗ് ടൈമിലാണ് എന്തുള്ളത്, ക്ലാസ് ഉള്ളത് കേട്ടല്ലോ. അടിപൊളിയാക്കാം. സോ ഓക്കെ, താങ്ക് യു ഓൾ.